ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല കോട്ടയം സ്റ്റൈൽ അടിപൊളി കൊടംപുളി ഇട്ട മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മീൻകറി വെക്കാനായിട്ട് ഞാൻ കേരയാണ് എടുത്തിരിക്കുന്നത്. കേര മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം കേരമീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് രണ്ടും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു തക്കാളി, 4 അല്ലി കൊടംപുളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ഐറ്റംസ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അതപ്പോൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരും. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി വേണ്ടവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം, സവോള വേണ്ടവർക്ക് സവോളയും ചേർക്കാം കേട്ടോ. ഞാൻ മീൻകറി വെക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്, അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയ ഉള്ളി വഴന്നു വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നന്നായിട്ടത് വഴന്നു വരണം. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ചും കൂടെ ഉള്ളിയൊക്കെ വഴഞ്ഞു വരാനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം പോകത്തില്ല. അതുകൊണ്ട് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾ എത്ര മീനാണോ എടുക്കുന്നത് അതനുസരിച്ച് മുളക് പൊടി ഇടുക. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുറച്ച് എരിവ് കുറച്ചായിരിക്കുമല്ലോ എടുത്തുള്ളൂ. എനിക്കിവിടെ അത്യാവശ്യം എരിവ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഒത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തില്ല, കുറച്ച് മല്ലിപ്പൊടിയാട്ടോ ഇട്ട് കൊടുത്തുള്ളൂ. എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മ മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ. ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന കൊടംപുളി ഇട്ട് കൊടുത്തു. 4 അല്ലി കൊടംപുളിയാട്ടോ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത്. ഇനി മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മസാല മൂത്ത് വരും കേട്ടോ. പച്ചമണമൊക്കെ മാറി നല്ല സെറ്റായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ള വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ കുറച്ച് ടേസ്റ്റ് കുറവ് പോലെ തോന്നും, അതുകൊണ്ട് കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ കേര കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. ഇത് വേവാനുള്ള വെള്ളം മാത്രമായിട്ടോ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് വെന്ത് കഴിയുമ്പോൾ വെള്ളം പറ്റിപ്പോകും. എന്നാലും ഒത്തിരി വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് ടേസ്റ്റ്. കുറച്ച് കുറുകിയിരിക്കുന്നതാട്ടോ മീൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോർക്കും തക്കാളി ഇട്ട് കണ്ടില്ലല്ലോ എന്ന്. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി തക്കാളിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ മുറിച്ച് പകുതി തക്കാളി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണേ. ഇനിയിപ്പം നമ്മുടെ മീൻകറി ഇരുന്ന് നന്നായിട്ട് വേവട്ടെ. പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന കൊടംപുളി എടുത്ത് മാറ്റുവാട്ടോ. മീനും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ കൊടംപുളി ഇട്ടാൽ ഒത്തിരി പുളിയായി പോകും, അതുകൊണ്ട് ഞാൻ പുളി അതിൽ നിന്ന് എടുത്ത് മാറ്റി. തക്കാളിയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ 4 പുളിയും ഞാൻ എടുത്ത് മാറ്റിയിട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കറി മൂടി വെക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കറി മൂടി വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പം മീൻകറിയുടെ അടപ്പും തുറന്നപ്പോൾ നല്ല കിടുക്കാച്ചി പൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പം തന്നെ കൊതി വരുന്നില്ലേ? എനിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി കോട്ടയം സ്റ്റൈൽ കേര മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ചോറുണ്ണാൻ പോരെ എല്ലാവരും.
അപ്പോൾ ദേ നല്ല ചൂട് ചോറിലേക്ക് നല്ല അടിപൊളി കേര മീൻകറി ഇങ്ങ് ഒഴിച്ച് കഴിക്കണം. നമുക്ക് ഒരു കലം ചോറുണ്ണാട്ടോ, അത്ര ടേസ്റ്റ് മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഈ മീൻകറി ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്